അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല്ലും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്ത് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ വന്നത് നേന്ത്രപ്പഴം അതേപോലെ തന്നെ റവിയും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് കാര്യമായിട്ട് 3-4 ഐറ്റം മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. നല്ലോണം പഴുത്ത 2 നേന്ത്രപ്പഴമാണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നടുക്ക് മുറിച്ചിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഒന്ന് ചെറുതാക്കി മുറിച്ചാലേ നമുക്കിത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചെറുതാക്കി മുറിക്കണത് കേട്ടോ. നല്ലോണം കട്ടി കുറക്കൊന്നും വേണ്ട, ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്താൽ മതി. അങ്ങനെ 2 പഴം നമുക്ക് ഈ ഒരു അളവിൽ തന്നെ മുറിച്ചെടുക്കാം. ഈ ഒരു പലഹാരം നിങ്ങൾക്ക് കുറവ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പഴം എടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ. പിന്നെ നമുക്ക് ഈ റവ മുഴുവനായിട്ടും ഇതിലേക്ക് ആവശ്യമായിട്ട് വരില്ല. ഇതിൽ നിന്ന് പകുതി മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. ഇതൊരു 1/4 കപ്പിൻ്റെ മുകളിലുണ്ട്. പിന്നെ ഞാനിതേക്ക് ഒരു മുറി തേങ്ങൻ്റെ പകുതിയോളം ചിരവി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിൻ്റെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ആ തേങ്ങൻ്റെ മുകളിൽ നിൽക്കാനൊന്നും വേണ്ട. അതിൻ്റെ കുറച്ച് താഴെ കണ്ടിട്ട് ഇങ്ങനെ ഒപ്പം നിൽക്കാൻ കണ്ടുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ നമ്മൾ കറിക്കൊക്കെ അരക്കണ പോലെ തന്നെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം നമ്മളിത് അരച്ച് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ഒന്ന് അരിച്ചെടുക്കണം. പാൽ മാത്രമല്ല, ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ടുണ്ടല്ലോ, ആ ഒരൊറ്റ തവണ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പാൽ കിട്ടുമല്ലോ. ആ ഒരു പാൽ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. അതേപോലെ തന്നെ ആ പാലും ഈ ഒരു തേങ്ങൻ്റെ ആ ഒരു പീര ഉണ്ടല്ലോ, ബാക്കി വരുന്ന പീരയും നമുക്ക് ഈ ഒരു പലഹാരത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ല പോലെ ഒരു അരിപ്പിയിലിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ പാലൊക്കെ ഫുള്ളായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പാല് മുഴുവനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യണത്, നമുക്ക് ആ ഒരു നമ്മൾ പാല് പിഴിഞ്ഞെടുത്ത ആ ഒരു പീര ഉണ്ടല്ലോ, ഈ ഒരു പീര നമുക്ക് ഒരു പാനിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം. ഡെസിഗ്നേറ്റഡ് കോക്കനട്ടൊക്കെ കിട്ടണ ആ ഒരു പരുവത്തിലാണ് നമുക്കിത് നല്ല പോലെ ഡ്രൈ ആയി വരുമ്പോൾ കിട്ടുക കേട്ടോ. ഇതിലത്തെ വെള്ളം വറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ഇങ്ങനെ വേറിട്ട് വരണം. ഓരോ തരിയും ഇങ്ങനെ വേറിട്ട് കിടക്കണം. ആ ഒരു രൂപത്തിലാവണ വരെ നമുക്കിതൊന്ന് ചെയ്തെടുക്കുക. ഇതിൻ്റെ കളറ് മാറണ്ട, അതിൻ്റെ മുമ്പ് തന്നെ നമുക്കിത് ഓഫാക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. ആ ഒരു രീതിക്ക് നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ്. ഇപ്പം നമുക്കിത് കണ്ടോ, ഇങ്ങനെ വേറിട്ട് വരൽ തുടങ്ങി. അപ്പോൾ തന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി തുടങ്ങി. നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇത് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം കളർ മാറി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു പൊടി പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു പാൻ തന്നെ ഇതിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ഒരു 1.5 സ്പൂണോളം നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1.5 സ്പൂണോളം നെയ്യ് മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വേറെ ഒരു എണ്ണയും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നില്ല കേട്ടോ. ഇത് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പം ഞാൻ ആ ഒരു പഴം നമ്മൾ നുറുക്കി വെച്ച പഴം മുഴുവനായിട്ടും ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്താണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ആ ഒരു നെയ്യിൻ്റെ ഇത് എല്ലാ ഒരു പഴത്തിൻ്റെ കഷ്ണത്തുമ്മി ആവാൻ കണ്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ആ ഒരു തേങ്ങൻ്റെ പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു തേങ്ങൻ്റെ പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഈ ഒരു പാല് ഇതിൽ വറ്റി വരണം. നമുക്ക് വറ്റി വരുമ്പോക്കിന് ഈ ഒരു പഴം ഇതിൽ നല്ല പോലെ ലയിച്ച് ചേരും കേട്ടോ. അപ്പോൾ തേങ്ങൻ്റെ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സാധാരണ പാലല്ല. സാധാരണ പാല് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇത്രയും ഒരു ടേസ്റ്റ് കിട്ടൂല. അതിലേറെ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുക ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കിത് നല്ല പോലെ
എന്താ കുറുകി വരും. അതേപോലെ തന്നെ ഈ ഒരു പഴം നമുക്കിതിൽ നല്ലപോലെ മിക്സായി വരും കേട്ടോ. ഇതിങ്ങനെ മിക്സായി കണ്ടോ, ഇങ്ങനെ വറ്റി വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ ഇതും ഉടച്ച് കൊടുക്കുക. നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞ് കിട്ടും. മാത്രമല്ല ഇത് പെട്ടെന്ന് കുറുകി നല്ലൊരു കുറുക്ക് പരുവത്തിൽ നമുക്ക് ആയി കിട്ടും കേട്ടോ. കണ്ടപ്പോൾ തന്നെ നമുക്കിതിങ്ങനെ നല്ല പോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒരുവിധമൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ പോവൽ തുടങ്ങി. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ ഈ ഒരു റവയിൽ നിന്ന് കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു കുറുക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റവ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക, ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ എടുത്തു വെച്ച റവയിൽ നിന്നും എനിക്ക് ആകെ ചിലവായത് പകുതിയോളം മാത്രമാണ്. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ താഴെയാണ് നമുക്ക് ഇതിലേക്ക് റവ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ആവശ്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു തവണ ഇങ്ങനെ ചെയ്തിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു. അതിന് ശേഷം നമ്മൾ വീണ്ടും അതേപോലെ തന്നെ കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. കണ്ടോ, ഈ ഒരു പരുവത്തിലും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ നല്ലപോലെ ഇളക്കി അതിൽ യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര നിങ്ങളെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഒരു ഹലുവൻ്റെ ടേസ്റ്റാണ് ഇത് ഉണ്ടാവുക കേട്ടോ. അപ്പം ഞാനിവിടെ 1/4 കപ്പാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടിയത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനി മധുരം തീരെ യൂസ് ചെയ്യാത്ത പോലെയാണെന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ ആ ഒരു മധുരം മാത്രം വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ചെയ്തെടുത്താൽ മതിയാകും. ആ ഒരു പഞ്ചസാരയും കൂടി ഇതിൽ നല്ല പോലെ മെൽറ്റ് ആവണ വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അത് നല്ല പോലെ മെൽട്ടായി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഒറ്റ കട്ടയായിട്ട് കിട്ടും. നല്ല പോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റണ ആ ഒരു രീതിക്കാകും. ആ ബാക്കിയുള്ള റവ നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു ഇതിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യണേ. അങ്ങനെ ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണ പോലെ ആക്കിയെടുക്കുക. എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഇതായി കിട്ടും. ഇപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തൊടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളിത് ഷേപ്പാക്കാൻ എടുക്കുമ്പോഴൊക്കെ നമ്മളൊരു കയ്യിലോ സ്പൂണോ വെച്ചിട്ട് ഇത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൈമ വല്ലാതെ ഒരു ചൂട് ഏൽക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മളിത് ചെയ്തെടുക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ല പോലെ ക്ലിയർ ആയിട്ട് ഷേപ്പായി കിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് എണ്ണ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരുന്നുണ്ട്. അത് നമ്മൾ ആ തേങ്ങാപ്പാൽ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എണ്ണ ഇറങ്ങി വരുന്ന പോലെ തോന്നുന്നത് കേട്ടോ. അത്രയും നല്ല ഒരു തന്നെയാണ് ഈ ഒരു സ്നാക്ക്. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും അതേപോലെ തന്നെ ഒരു സ്കൂളിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി വെക്കാനൊക്കെ പറ്റിയ നല്ല ഐറ്റമാണ്. ഇനി കുട്ടികൾ നല്ല വലിയവർക്കും തന്നെ നല്ല പോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ച് നമ്മൾ ആ ഒരു തേങ്ങേൻ്റെ പീര വറുത്ത് വെച്ചതാണിത്. കണ്ടോ, ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഈ ഒരു ഇതിന് വേണം. നല്ലോണം ഷേപ്പാക്കി കഴിഞ്ഞിട്ട് ഇതിൽ ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ചൂടോട് കൂടി തന്നെയാണ് ഇത് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ചെറിയ ഓരോ പീസ് എടുത്തിട്ട് നമുക്കിതൊന്നാണ് ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. നല്ലൊരു പാകത്തെ വലുപ്പത്തിലാക്കിയാണ്ട് ഇതേപോലെ ചെയ്തെടുക്കുക. ഏകദേശം ഒരു ചപ്പാത്തിൻ്റെ ഉരുളനോളം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇതാക്കണത്. നല്ല പോലെ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു കോക്കനട്ടിൻ്റെ ഇതിലിട്ടിട്ട് നമുക്കിതൊന്ന് കണ്ടോ ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ നമുക്ക് അതിന്മേൽ കറക്റ്റായിട്ട് പറ്റി പിടിച്ചുകൊണ്ടിരിക്കും. അത് ചൂടോടൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് വരിക കേട്ടോ. കാരണം നല്ല വൃത്തിക്ക് തന്നെ ആയിട്ട് വല്ലാതെ കൊഴിഞ്ഞൊന്നും ചാടാത്ത രീതിയിൽ തന്നെ അതിമായി കിട്ടും. ഇതേപോലെ തന്നെ ഇനി ബാക്കി മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം.
പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട്. ഇൻഷാ അല്ലാഹ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കാനും ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മടിച്ചു നിൽക്കരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മടിച്ചു നിൽക്കരുത്. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഈ ഒരു രീതിക്ക് ഇതൊന്ന് ഷേപ്പാക്കി എടുത്തേക്കണേ. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിരിക്കണത്. ഏകദേശം നല്ലൊരു അളവിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു അളവിലാണ് നമുക്കിത് കിട്ടിയിരിക്കണത്. 10 എണ്ണങ്ങളാണ് നമുക്ക് ഈ ഒരു അളവിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിതൊന്ന് പൊട്ടിച്ചും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറഭാഗം കാണാൻ നല്ല ഭംഗിയാണ്. ഉള്ളിലേക്ക് നമുക്കൊരു ഹലുവൻ്റെ ഒക്കെ ഒരു ടേസ്റ്റുമാണ് കേട്ടോ അതുണ്ടാവുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും നിങ്ങളെ അഭിപ്രായം ഇതിൻ്റെ ചുവട്ടിൽ അറിയിക്കാനും മറക്കരുത്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.